കാറ്റത്തെ കിളിക്കൂട് പുതിയ എപ്പിസോഡിൽ ഹരീഷ് സുഭാഷ് ചേട്ടനോട് സോറിയൊക്കെ പറയാണ് കേട്ടോ. സത്യം മനസ്സിലാക്കാതെ ഞാനല്ലേ സുഭാഷ് ചേട്ടനോട് അങ്ങനെയൊക്കെ പറയാൻ പാടില്ലാത്തത് പലതും ഞാൻ പറഞ്ഞു. സ്വന്തം വിവാഹം കഴിയാത്തതിനുള്ള അസൂയാണെന്ന് വരെ പറഞ്ഞു. സോറി ഏട്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇതുകൊണ്ട് സുഭാഷും ഭയങ്കരമായിട്ട് കരയുവാണ്. അതിനുശേഷം നിധിയുടെ ഏട്ടത്തി നിധിയെ ഫോണിൽ വെച്ച് സംസാരിക്കുന്നുണ്ട്. സാന്ദ്രയുടെ കൂട്ടുകാരിയുടെ വീട് അവിടെ ആണെന്നോ അവിടെ പോയി നിധി എടുത്ത് നിൽക്കാനൊക്കെ സാന്ദ്ര എന്നിട്ട് പറയുന്നുണ്ട് സുധീഷിൻ്റെ വീട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുന്നതാണ് നല്ലത്. അപ്പം നിധി പറയുന്നുണ്ട് രക്ഷപ്പെടാനായിട്ട് ഞാൻ ജയിലിലൊന്നും അല്ലല്ലോ എന്ന് കേട്ടപ്പോൾ അതിനെയും കാട്ടി കഷ്ടമായിട്ടാണ് തോന്നിയത്. 5 ആണുങ്ങളുള്ള വീട്ടിൽ നിന്റെ ആവശ്യങ്ങളൊക്കെ ആരോട് നീ പറയും? നിനക്ക് ആ വീട് സെറ്റ് ആകില്ല. നിധി ആ സമയത്ത് മുന്നേയുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണെങ്കിൽ ഭാസ്കരൻ മിഠായി കൊണ്ട് കൊടുക്കുന്നതും സുഭാഷ് ചേട്ടൻ്റെ സ്നേഹവും എല്ലാം ആ സമയത്ത് സാന്ദ്രയോട് നിധി പറയുന്നുണ്ട്. 5 ആണുങ്ങൾ മാത്രമുള്ളതാണെങ്കിൽ പ്രശ്നം ഉണ്ടാവണമെന്നാണോ? നമ്മുടെ വീട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ ഞാനിവിടെ സുഖമായിട്ട് ജീവിക്കുന്നു. നമ്മുടെ വീട്ടിൽ എനിക്ക് എന്തുണ്ടായിരുന്നു? ഉണ്ണാനും ഉടുക്കാനും ഉറങ്ങാനും പറ്റുന്നൊരു സ്ഥലം. പക്ഷേ അവിടെ എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ചെയ്യാൻ വീട്ടുകാർ സമ്മതിച്ചിട്ടുണ്ടോ? ഇഷ്ടമില്ലാത്തത് അടിച്ചേൽപ്പിച്ചിട്ടേ ഉള്ളൂ എന്നും. എൻ്റെ ജീവിതത്തിൽ എല്ലാ തീരുമാനവും അവരെ എടുത്തിട്ടുള്ളൂ. പക്ഷേ ഇവിടെ എനിക്ക് അങ്ങനെയല്ല. എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതേപറ്റി ഏട്ടൻ സങ്കടപ്പെടണ്ട പ്ലീസ് എന്ന് പറഞ്ഞിട്ട് നിധി ഫോൺ കട്ട് ചെയ്യാം. സുധീഷ് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് സുധീഷ് നികേഷിനോട് പറയുന്നുണ്ട് അവൾക്ക് ഇതൊരു ഫേക്ക് മാരേജ് ആയിരിക്കാം, പക്ഷേ എനിക്ക് അങ്ങനെ അല്ലടാ. നീ ചോദിച്ചില്ലേ എന്തിനാ കള്ളം പറഞ്ഞ്? അവള് ഇഷ്ടപ്പെടാതെ ആയിരിക്കും വിവാഹം കഴിച്ചത്. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞാൻ അവളെ ഇഷ്ടപ്പെട്ട് തന്നെയാണ് വിവാഹം കഴിച്ചത്. ആദ്യം ഞാൻ അവളെ കാണുമ്പോൾ വീട്ടുകാർക്ക് വേണ്ടി അവൾ എന്നോട് തർക്കിക്കുകയായിരുന്നു. അന്ന് തൊട്ടേ എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു. പിന്നെ വിധി കൊണ്ടാണെന്ന് തോന്നുന്നു പിന്നെ നേരി കണ്ടുമുട്ടി. ആ സമയത്ത് നിധിക്ക് വീട്ടിൽ കല്യാണം ആലോചിക്കുകയായിരുന്നു. അവൾക്കത് ഇഷ്ടമില്ലായിരുന്നു. ആ രജിസ്റ്റർ മാരേജ് നിർത്താൻ സഹായിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണമെന്നാണ് അവൾ പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ അതിലിടപെട്ടത്. അവളുടെ കല്യാണം മുടക്കാനായിട്ട് ഞാനായിട്ട് വിചാരിച്ചിട്ടില്ല. വീട്ടുകാർ അത് നടത്തുന്ന ഉറപ്പായപ്പോൾ വീട്ടിൽ നിന്ന് ഓടിപ്പോവാനായിട്ട് അവളാണ് എന്നോട് സഹായം ചോദിച്ചത്. അതിന് ഞാൻ സമ്മതിച്ചു. അപ്പോഴും പിറ്റേന്ന് അവളെ ഞാൻ വിവാഹം കഴിക്കുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് സംഭവിച്ചത് ആ പോലീസ് സ്റ്റേഷനിൽ വെച്ചാൽ മനസ്സുകൊണ്ട് അത്ര ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ സ്വന്തമാക്കാൻ വേണ്ടി അവസരം കിട്ടിയപ്പോൾ അങ്ങനെയെങ്കിൽ അങ്ങനെയെന്ന് വിചാരിച്ച് ഞാനത് മുതലാക്കിയതാണെങ്കിൽ അങ്ങനെയെങ്കിൽ അങ്ങനെ. അവൾക്കതൊരു കള്ളക്കല്യാണമായിരിക്കാം, പക്ഷെ അത് എനിക്ക് അങ്ങനെയല്ല സുഭാഷ് ചേട്ടാ. എൻ്റെ കൂടെ ഈ ജീവിതം മുഴുവനും അവൾ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അവൾ ഡിവോഴ്സിന് ആവശ്യപ്പെട്ടപ്പോൾ ശരിക്കും പേടിച്ചിട്ടാടാ ഞാൻ വക്കീലിനെ കാണാൻ പോയത്. ആധാർ കാർഡ് ഇല്ലാത്തതുകൊണ്ട് പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ആശ്വാസമായത്. ചിലപ്പോൾ കുറച്ച് നാളും കൂടി അവൾ ഇവിടെ നിന്നാൽ എന്നെ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടാലോ, അത് ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കും, അങ്ങനെ നടന്നാലോ എന്ന് ഞാൻ വിട്ട് കളയാൻ തോന്നുന്നില്ല. എല്ലാവരും കൂടെ കെട്ടിപ്പിടിച്ച് കിടന്ന് കരയാണ്. ആ സമയത്ത് തന്നെ നിധി അവിടെ വരുന്നുണ്ട്. നിധി കാണുമ്പോൾ അവരാരും ഉറങ്ങാതെ തന്നെ കിടക്കുകയാണ്. ആ സമയത്ത് തന്നെ സുഭാഷ് പറയുന്നുണ്ട് നിധിയുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ നടക്കട്ടെ, ഇതിനെക്കുറിച്ചിട്ട് നിധിയെടുത്തിനൊന്നും നമ്മൾ സംസാരിക്കരുത്. എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ അവൾ അങ്ങനെ ചെയ്യട്ടെ. ഇതെല്ലാം കേട്ടിട്ട് നിധി വിഷമത്തോടെ മുറിയിലോട്ട് പോവാണ്. അത് കഴിഞ്ഞ് നിധി രാവിലെ എണീറ്റ് നോക്കാൻ നേരത്ത് അവിടെ ആരും എണീറ്റിട്ടില്ല. ആ സമയത്ത് നിധിയാണെങ്കിൽ മുറ്റമടിക്കാനായിട്ട് ഇറങ്ങിയ സമയത്ത് ഭാസ്കരൻ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഭാസ്കരൻ ചൂലൊക്കെ വാങ്ങിച്ചിട്ട് നിധിയുടെ കയ്യിൽ നിന്ന് മേടിച്ച് മുറ്റമൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഭാസ്കരൻ സിഗരറ്റൊക്കെ കത്തിക്കാൻ നേരത്ത് വീട്ടിൻ്റെ മുറ്റത്ത് നിന്ന് മാറിപ്പോയി സിഗരറ്റൊക്കെ കത്തിച്ച് വലിക്കുന്നുണ്ട്. ഭാസ്കരൻ്റെ ഈ മാറ്റം കണ്ടിട്ട് നിധിക്ക് സന്തോഷമാകുന്നുണ്ട്. അതിനുശേഷം നിധി സുഭാഷ് ചേട്ടനെ വിളിക്കാനായിട്ട് ഫോണിനകത്ത് പ്രയർ സോങ് ഒക്കെ വെച്ചിട്ടാണ് വിളിക്കുന്നത് കേട്ടോ. അങ്ങനെ സുഭാഷ് ചേട്ടൻ എന്നിട്ട് ചോദിക്കുന്നുണ്ട് അയ്യോ നേരം ഒരുപാട് താമസിച്ചു എന്നൊക്കെ. നിധി എണ്ണിട്ട് കുറേ നേരമായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിധി പറയുന്നുണ്ട് ഇല്ല ഞാനിപ്പോൾ എണ്ണിട്ടേ ഉള്ളൂ. അങ്ങനെ സുഭാഷ് അനിയന്മാരെയൊക്കെ വിളിച്ചുണർത്തുകയാണ് കേട്ടോ. അതോടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്.